ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവ്വകൃപാലുവായ ദൈവം നമുക്ക് നൽകിയ നല്ല കൃപകളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധന്മാരുടെ ഒരു വലിയ ഗണം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യത്യസ്തമായ ദൈവിക ശുശ്രൂഷകൾ അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ നല്ല കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സങ്കീർത്തന ഭാഗത്തുനിന്ന് ചില നിമിഷങ്ങൾ മാത്രം ഞാൻ 1-2 വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ സങ്കീർത്തന ഭാഗത്തിൽ 2 കൂട്ടം ജനത്തെക്കുറിച്ചാണ്, 2 തരത്തിലുള്ള ജനത്തെക്കുറിച്ചാണ് ദാവീദ് പരാമർശിക്കുന്നത്. ഹല്ലേലൂയ. അതിൽ ഒന്നാമത്തെ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നത്, ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപോദ്ദേശമുണ്ട്, അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ലാത്ത ഒരു കൂട്ടർ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ദുഷ്ടന് തൻ്റെ ഹൃദയത്തെ, ദുഷ്ടനെന്ന് പറഞ്ഞാൽ ആരാണ് ദുഷ്ടൻ? ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ പിശാചിനെയാണ് ദുഷ്ടൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ പലരെയും അങ്ങനെ പറയാറുമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് എന്താണ് ദുഷ്ടൻ? മനുഷ്യരെ ദുഷ്ടൻ എന്ന് പറയുവാൻ 2, ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കൊരു പേരുണ്ട്. എന്താ പേര്? ദൈവമക്കൾ. അപ്പോൾ ദുഷ്ടനോട് ചേർന്ന് നിൽക്കുന്നവരെ ഹല്ലേലൂയ. താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ പറയുകയാണ്, പിശാചിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. തൻ്റെ കുറ്റം തെളിഞ്ഞ് വെടിപ്പാകയില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു. എന്താ? ദൈവത്തിൽ നിന്നകന്ന് പിശാചിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ പറയുകയാണ്, തൻ്റെ കുറ്റം തെളിഞ്ഞ് വെടിപ്പാകയില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് വാക്ക് പറയുന്നു. അവൻ്റെ വായിലെ വാക്കുകൾ അകർത്യവും വഞ്ചനയുമാകുന്നു. ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് ഏതാണ്ട് നിങ്ങൾ വിട്ടുകളഞ്ഞതുപോലെ ഇരിക്കുന്നത് പോലെ തോന്നുന്നു. നമ്മുടെ കാര്യമല്ല പറഞ്ഞത്, നമ്മുടെ കാര്യം ഇനി പറയാൻ പോവാ. സ്തോത്രം. ഇപ്പോൾ ദുഷ്ടനോട് ചേർന്ന് നിൽക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് പറയുമ്പോൾ നിങ്ങൾ സ്തോത്ര ഹല്ലേലൂയ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മതി. സ്തോത്ര ഹല്ലേലൂയ. അവൻ്റെ വായിലെ വാക്കുകൾ അകർത്യവും വഞ്ചനയുമാകുന്നു. ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. അവൻ തൻ്റെ കിടക്കമേൽ അകർത്യം ചിന്തിക്കുന്നു. കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു. ദോഷത്തെ വെറുക്കുന്നതുമില്ല. കേട്ടോ, ഒരു കൂട്ടം ജനം അങ്ങനെ ഈ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന സാത്താനോട് ചേർന്ന് നിൽക്കുമ്പോൾ ദാവീദ് അടുത്ത് ദൈവത്തെക്കുറിച്ച് 2 കാര്യങ്ങൾ പറയുകയാണ്. എന്താ? യഹോവേ, നിന്റെ ദയ ആകാശത്തോളം, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. നിന്റെ നീതി ദിവ്യ പർവ്വതങ്ങളെപ്പോലെയും നിന്റെ ന്യായവിധികൾ വലിയ ആഴി പോലെയും ആകുന്നു. യഹോവേ, നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു. അടുത്ത് നമ്മളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ദൈവമേ, നിന്റെ ദയ എത്ര വലിയത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഇന്ന് പകല് ദൈവത്തിൻ്റെ ചിറകിൽ ശരണം പ്രാപിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്ര പേരാണ് ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ അഭയം പ്രാപിക്കുന്ന? കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ, എല്ലാ സമയങ്ങളിലും അവൻ്റെ ചിറകിൻ്റെ മറവിൽ ശരണം പ്രാപിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ അവൻ്റെ ചിറകിൻ്റെ മറവിൽ ശരണമാക്കുന്നവരെ കുറിച്ച് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കും. ഹല്ലേലൂയ. അവൻ്റെ ആലയത്തിലെ പുഷ്ടി പ്രാപിച്ച് അവൻ്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ചു തൃപ്തി പ്രാപിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ.
ഇന്ന് പകലിൽ ഈ ആലയത്തിൽ ഇരിക്കുന്ന നിങ്ങളോടൊരു ദൂത് കൈമാറാനുണ്ട്. ആലയത്തിനകത്തുള്ള പുഷ്ടി, ഹല്ലേലൂയ, ഇന്ന് പകലിൽ ആലയത്തിനകത്തുള്ള പുഷ്ടി ആമേൻ അനുഭവിച്ചു തൃപ്തി പ്രാപിക്കും. ഇന്ന് പകലിൽ ഞാൻ പറയും, ഈ ആലയത്തിനകത്തൊരു പുഷ്ടിയുണ്ട്, ആരാധനയ്ക്കകത്തൊരു പുഷ്ടിയുണ്ട്. ദൈവകുഞ്ഞ, നിന്റെ ആരാധനയ്ക്കകത്തൊരു പുഷ്ടിയുണ്ട്, നിന്റെ അഭിഷേകത്തിനകത്തൊരു പുഷ്ടിയുണ്ട്. വചനം പറയുന്നു, അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നുകങ്ങൾ തകർന്നു പോകും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളെ നോക്കി ദൂത് കൈമാറും. നിന്റെ ആരാധനയ്ക്കകത്തൊരു പുഷ്ടിയുണ്ട്, നിന്റെ അഭിഷേകത്തിനകത്തൊരു പുഷ്ടിയുണ്ട്. ഇന്ന് പകലിൽ ആ പുഷ്ടി വെളിപ്പെടാൻ തുടങ്ങിയാൽ ആമേൻ നുകങ്ങൾ തകരുക മാത്രമല്ല, ഇന്ന് പകൽ പറയുന്നു, ഈ ആമേൻ ആരാധനയ്ക്കകത്തുള്ള പുഷ്ടി ആമേൻ നീ അനുഭവിക്കും, നീ തൃപ്തി പ്രാപിക്കും. ഇന്ന് പകലിൽ എത്ര പേർക്ക് ആമേൻ സ്തോത്രം ആ പുഷ്ടി അനുഭവിക്കാൻ പറ്റും? ഇന്ന് പകലിൽ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്നോടൊരു ദൂത് കൈമാറാനുണ്ട്. ഇന്ന് പകലിൽ ആലയത്തിന്റെ പുഷ്ടി നീ അനുഭവിക്കും, നീ അനുഭവിക്കും. ആമേൻ, മറ്റൊരു വ്യക്തിയല്ല. ആരാധിക്കുന്ന ദൈവകുഞ്ഞെ, പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞെ, നീ അത് അനുഭവിച്ച് ആമേൻ അതിന്റെ പുഷ്ടി അനുഭവിച്ച് നീ തൃപ്തി പ്രാപിക്കും. ഇന്ന് പകൽ പറയണം, ഈ ആലയത്തിനകത്തൊരു പുഷ്ടിയുണ്ട്. ഹല്ലേലൂയ. എവിടെയാ? ദൈവത്തിന്റെ ആലയത്തിനകത്തൊരു പുഷ്ടിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ പറയണം, എവിടെയാ ദൈവത്തിന്റെ ആലയം? ഇതാ ദൈവത്തിന്റെ ആലയം. ഹല്ലേലൂയ. ഈ ആലയത്തിനകത്തൊരു പുഷ്ടിയുണ്ട്. ആമേൻ. ഇന്ന് പകൽ നിങ്ങൾ പറയണം, ഞാൻ അത് അനുഭവിച്ചു തൃപ്തി പ്രാപിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ ആരാധനയ്ക്കായി വന്നിരിക്കുന്ന ദൈവവേദലേ, ഹല്ലേലൂയ, നിന്റെ അകത്തൊരു പുഷ്ടി ഇരിപ്പുണ്ട്. ആമേൻ. ഇന്ന് പകൽ ഒരാളിന് കൈ കൊടുത്ത് പറയണം, ഞാനത് അനുഭവിച്ച് തൃപ്തി പ്രാപിക്കും, ഞാനത് അനുഭവിച്ച് തൃപ്തി പ്രാപിക്കും. ആമേൻ. ഒരാളിനോട് കരം കൊടുത്ത് പറ, എൻ്റെ ആലയത്തിനകത്തുള്ള പുഷ്ടി ആമേൻ ഞാൻ അനുഭവിക്കും, ആമേൻ ഞാൻ തൃപ്തി. ഒന്ന് കരം കൊടുത്ത് ആൻറ്റി ഒന്ന് പറഞ്ഞാൽ ആമേൻ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുഷ്ടി ദൈവത്തിൻ്റെ ആമേൻ സാന്നിധ്യം കൈമാറട്ടെ, ദൈവത്തിൻ്റെ മഹത്വം കൈമാറട്ടെ. ആലയത്തിൻ്റെ ആമേൻ പുഷ്ടി ആമേൻ ഞാൻ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കും. ആലയത്തിൻ്റെ പുഷ്ടി ആ കരം കൊടുത്തൊന്ന് കൈമാറ്. ഇന്ന് പകലിൽ ഒരു പുഷ്ടി ദൈവകുഞ്ഞെ ഒന്ന് കൈമാറ്. നീ കരം കൊടുക്കുമ്പോൾ നിന്റെ അകത്തിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ഒരു പുഷ്ടിയുണ്ടല്ലോ, അത് കൈമാറും. ആലയത്തിന് ആമേൻ പുഷ്ടി നിമിത്തം ഹല്ലേലൂയ ആമേൻ ഞാൻ തൃപ്തി പ്രാപിക്കും. ഇന്ന് പകൽക്കാലം ഒരു പുഷ്ടി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. നിന്റെ ഉണങ്ങി വരേണ്ട അനുഭവത്തിനകത്ത് ആമേൻ, നിന്റെ നിരാശയുടെ മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ പുഷ്ടി ഇന്ന് പകൽക്കാലം അത് കൈമാറട്ടെ. ഇന്ന് പകലിൽ അത് കൈമാറും. നിന്റെ ഉണങ്ങിയ അനുഭവങ്ങൾ, നിന്റെ ഞെരുങ്ങിയ അനുഭവങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ അത് മാറാൻ പോവുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആലയത്തിന്റെ പുഷ്ടി ഇന്ന് പകലിൽ ദൈവകുഞ്ഞെ, നിന്റെ അകത്തൊരു ദൈവത്തിന്റെ പുഷ്ടി ഇരിപ്പുണ്ട്. ഇന്ന് പകലിൽ അത് അങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങിയാൽ നീ അത് അനുഭവിക്കും. ആമേൻ. ആരെങ്കിലും അനുഭവിക്കുമെന്നല്ല, ആമേൻ നിന്റെ ചാർച്ചക്കാരനുഭവിക്കുമെന്നല്ല, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നിന്റെ ആമേൻ കൂട്ടുകാരനുഭവിക്കുമെന്നല്ല. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഇത് അനുഭവിക്കും. ഹല്ലേലൂയ, നീ ഇത് അനുഭവിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവകുഞ്ഞ, നീ അനുഭവിക്കും. നീ അനുഭവിക്കുവാനുള്ള ഈ പുഷ്ടിയെ തടയുന്ന എല്ലാ നുകങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അത് ഉടഞ്ഞു മാറട്ടെ. സ്തോത്രം, 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 സ്തോത്രം. അടുത്ത വാക്യം പറയുന്നു, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കും. ദൈവകുഞ്ഞ, ഇന്ന് പകൽക്കാലം എന്തെന്നറിയാമോ? നിന്റെ ആലയത്തിനകത്ത് നിന്റെ അകത്തിരിക്കുന്ന നിരാശയുടെ നദിയല്ല, ഇന്ന് പകലിൽ അവന്റെ ആനന്ദത്തിന്റെ നദി ഒഴുകിയാൽ, ആനന്ദത്തിന്റെ നദി ഒഴുകിയാൽ അത് മുട്ടോളമല്ല, അത് അരയോളമല്ല. ഇന്ന് പകലിൽ നീ നീന്തിയാൽ കടപ്പാൻ കഴിയാത്തതുപോലെ നീ ആരാധന തുടങ്ങുമ്പോൾ നിൽക്കുന്ന ഇടം നിനക്കറിയാം. പക്ഷെ ആരാധന തീരുമ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് നിനക്കറിയത്തില്ല. എന്തെന്നറിയാമോ? ഒരാനന്ദത്തിന്റെ നദി എന്റെ അകത്തപ്പോൾ പകർന്നു വച്ചിരിക്കുകയാ. ഇന്ന് പകലിൽ ആനന്ദത്തിന്റെ നദി ഇന്ന് പകലിൽ പൊട്ടി ഒഴുകട്ടെ. ഹല്ലേലൂയ. എവിടെയാ നിന്നെ പിടിച്ചു വച്ചിരിക്കുന്നത്? ഇന്ന് പകലിൽ നിരാശയുടെ നദികൾ പൊട്ടി മാറിപ്പോകണം.
ഇന്ന് പകലിൽ അകത്തു നിന്നൊരു ആനന്ദത്തിന്റെ നദി ഒഴുകണം. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കും. ഇന്ന് പറയണം, ഇന്ന് പകലിൽ ഞാൻ കുടിക്കാൻ പോകുന്ന നദി കയ്പിന്റെ നദിയല്ല. ആമേൻ. ഞാൻ കുടിക്കാൻ പോകുന്നത് ആനന്ദത്തിന്റെ നദിയിൽ നിന്ന്. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ആമേൻ തിരുവെഴുത്ത് പറയുന്നത് പോലെ ഒരു ജീവജല നദി, ഒരു ആനന്ദത്തിന്റെ നദി, അത് ആമേൻ കെട്ടിക്കിടക്കുമെന്നല്ല, അത് ഒഴുകാൻ തുടങ്ങും. അത് ഒഴുകാൻ തുടങ്ങും. അത് ഒഴുകിയ ആമേൻ മുട്ടോളമല്ല, അരയോളമല്ല. ഇന്ന് പകലിൽ ദൈവകുഞ്ഞാൻ നീ നീന്തിയാൽ കടപ്പാൻ കഴിയാത്തതുപോലെ ഇന്ന് പകലിൽ ആനന്ദ നദി നിന്റെ ആദരത്തിൽ നിന്ന് ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. ഹല്ലേലൂയ. ആദരത്തിൽ നിന്ന് ഒഴുകട്ടെ. അത് ആരാധനയായി, അത് അന്യഭാഷയായി, അത് കരമടിയായി, അത് നൃത്തമായി ഇന്ന് പകലിൽ അത് ഒഴുകി തുടങ്ങട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ അത് നിൽക്കാൻ പറ്റത്തില്ല. അത് ഒഴുകിയാൽ അത് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ആ നദി ഒഴുകാൻ തുടങ്ങിയാൽ അതരം മൂടി വെക്കാൻ പറ്റത്തില്ല. ആ നദി ഒഴുകാൻ തുടങ്ങിയാൽ ആമേൻ സ്തോത്രം ഒരിടത്ത് നിൽക്കാൻ പറ്റത്തില്ല. അത് ഒഴുകിയാൽ ആമേൻ ദൈവകുഞ്ഞെ അത് മുട്ടോളമല്ല, അത് അരയോളമല്ല. ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിനകത്ത് നീന്തിയാൽ കടപ്പാൻ കഴിയാത്തതുപോലെ ഒരാനന്ദ നദിയുടെ ഒഴുക്ക് നിന്റെ ഉള്ളത്തിൽ നിന്ന് ഇന്ന് പകലിൽ ഒഴുകട്ടെ, ഒഴുകട്ടത്. അത് നിന്റെ നിരാശയുടെ മേഖലകളെ ഒഴുക്കിക്കളയും. അത് നിന്റെ ജീവിതത്തെ കഠിനമാക്കുന്ന ആമേ തടങ്കൽ പാറകളെ ഇന്ന് പകലിൽ അത് ഒഴുക്കിക്കളയും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഒഴുക്കിക്കളയും, ഒഴുകിക്കളയും. ഇന്ന് പകലിൽ എനിക്കറിയില്ല, ഒരളവറ്റ ദൈവ സാന്നിധ്യം ഈ ഹോളിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് എനിക്കറിയാം. ഇന്ന് പകൽ ചിലതിനൊക്കെ ഒഴുക്കി കളയാൻ പോവുകയാ ദൈവകുഞ്ഞെ. ചിലതിനെ ഒഴുക്കി കളയും. ഇന്ന് പകൽ നിന്റെ ഉള്ളൊന്ന് തുറക്കാമോ? നിന്റെ വായൊന്ന് തുറക്കാമോ? ആ നദിയൊന്ന് പുറപ്പെടുവിക്കാമോ? ആമേ തന്ന ഭാഷയിൽ ദൈവത്തിന് മഹത്വം കൊടുക്ക, അന്യ ഭാഷയിൽ ദൈവത്തിന് മഹത്വം കൊടുക്ക. ഇന്ന് പകലിൽ അത് പൊട്ടിയൊന്ന് ഒഴുകട്ടെ. ഇന്ന് പകൽ ഈ ആരാധന കഴിഞ്ഞ് ദൈവ നീ പോകുമ്പോ നീ വന്ന നദിയുമായിട്ടല്ല, ആമേൻ, ഇന്ന് പകൽ ഒരു പുതിയ നദി, ഒരു ആനന്ദത്തിന്റെ നദി. അത് പൊട്ടി ഒഴുകും, പൊട്ടി ഒഴുകും, പൊട്ടി ഒഴുകും. അത് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. അത് നിനക്ക് നിയന്ത്രിക്കാൻ കഴിയത്തില്ല. അത് ഒഴുകാൻ തുടങ്ങിയ നീ വീട്ടിനകത്ത് നിൽക്കുമ്പോഴും അത് ഒഴുകും. നീ യാത്രയിൽ ഇരിക്കുമ്പോഴും അത് ഒഴുകും. നീ ജോലി ചെയ്യുമ്പോഴും അത് ഒഴുകും. നീ നടക്കുമ്പോൾ ഒഴുകും. നിന്റെ വീട്ടിനകത്തും പുറത്തും ആ നദി ഒഴുകിക്കൊണ്ടേയിരിക്കും. ഓ രമശമനരകന. ഇന്ന് പകൽ വരണ്ട അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുഷ്ടി പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുഷ്ടി പ്രാപിക്കട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നിന്റെ ആലയത്തിലെ പുഷ്ടി ആമേൻ നീ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കും. നീ ആനന്ദ നദിയിൽ നിന്ന് കുടിക്കും. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ കുടിക്കുകയല്ല, നമ്മളിൽ നിന്ന് അനേകം പേർ കുടിക്കും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ഈ ആനന്ദ നദി എന്ത് ചെയ്യും? ഓ സ്തോത്രം. ഇത് ഒഴുകും, ഇത് ഒഴുകും. യെഹെസ്കേൽ പ്രവാചകൻ കണ്ടു, ഇത് ഒഴുകി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികളുണ്ടായി. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് പകർന്നു വെച്ചിരിക്കുന്ന ഈ ജീവജലത്തിന്റെ നദിയുണ്ടല്ലോ, ഇത് ഒഴുകാൻ തുടങ്ങിയാൽ അവിടെയൊക്കെ ചലിക്കുന്ന പ്രാണികളുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ ചലനമില്ലാതെ വണ്ണം നിന്റെ നിരാശപ്പെട്ട മേഖലയ്ക്കകത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചില ചലനങ്ങൾ ഉണ്ടാകും. നമ്മുടെ അകത്ത് പകർന്നു വച്ചിരിക്കുന്ന ഈ നദിക്ക് ആമേ ചിലതിനെ ചലിപ്പിക്കാൻ കഴിയും. അതാണ് നമ്മൾ ആമേ സ്തോത്രം ആമേ ഈ വചനത്തിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ. അടുത്ത വാക്യം, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. ആമേ സ്തോത്രം. നിന്റെ പക്കൽ ജീവന്റെ, ഹല്ലേലൂയ, നമ്മുടെ പക്കൽ എന്തുണ്ട്? സ്തോത്ര 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 സ്തോത്രം. മരണത്തിൻ്റെ ശക്തിയല്ല നമ്മളെ ഭരിക്കുന്നത്. നമ്മളെ ഭരിക്കുന്ന എനിക്കറിയില്ല. ഈ ഒന്ന് പകലിൽ ഇതിനകത്ത് എന്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുക, ചില വീര്യപ്രവർത്തികൾ ഇതിനകത്ത് വെളിപ്പെടാൻ പോവുകയാ. ആമേ സ്തോത്ര. വചനം പറയുക, ആമേ നിന്റെ പക്കൽ ജീവനുണ്ടല്ലോ. സ്തോത്ര സ്തോത്ര സ്തോത്ര. ആമേ പറയണം, എൻ്റെ പക്കൽ ജീവനുണ്ട്.
ഇന്ന് പകൽ ചങ്ക കൈവച്ചിട്ട് പറയും, എൻ്റെ പക്കൽ ജീവനുണ്ട്. ഇത് പറയുമ്പോൾ മരണത്തിൻ്റെ ശക്തികൾ നമ്മെ വിട്ട് അഴിഞ്ഞു മാറുകയാ. മരണത്തിൻ്റെ ശക്തിക്ക് നമ്മെ തൊടാൻ കഴിയത്തില്ല, നമ്മുടെ തലമുറയെ തൊടാൻ കഴിയത്തില്ല, നമ്മുടെ ഭവനത്തെ തൊടാൻ കഴിയത്തില്ല. മരണത്തിൻ്റെ ശക്തികൾ അഴിയും. ഇന്ന് പകൽ ജീവൻ എന്ന് നീ പറയുമ്പോൾ എൻ്റെ ഹല്ലേലൂയ, എൻ്റെ പക്കൽ ജീവനുണ്ട്, ജീവന്റെ ഉറവയുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ മരണം മാറും. മരണത്തിന് നിൽക്കാൻ പറ്റില്ല, മരണത്തിൻ്റെ ശക്തിക്ക് നിൽക്കാൻ പറ്റില്ല. എന്തെന്നറിയാമോ? ഈ ജീവന്റെ മുമ്പിൽ മരണത്തിന് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നൈനന്ദ പട്ടണത്തിൽ സ്തോത്രം ഹല്ലേലൂയ വിലാപ ഭവനമായി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ മരണം യേശു ജീവന് നേരെ എതിരായി വന്നു. ഹല്ലേലൂയ പട്ടണവാതിൽക്കൽ നിന്ന് മരണം വരുന്നു, പട്ടണവാതിൽക്കലോട്ട് ജീവൻ കയറി ചെല്ലുന്നു. ജീവൻ കയറി ചെന്നതിനെ തൊട്ടു അവൻ ചാടി എഴുന്നേറ്റു. ഇന്ന് പകല് മരണത്തിന് നിൽപ്പാൻ കഴിയത്തില്ല. ഇന്ന് പകല് പറയണം, മരണത്തെ ജയിക്കുന്ന ഒരു ജീവൻ എൻ്റെ അകത്തുണ്ട്. അവൻ സ്വർഗത്തിലുണ്ടെന്നല്ല, ഇന്ന് പകലിൽ നമ്മുടെ അകത്തുണ്ട്. ദാവീദ് പറയുക, കർത്താവേ നിന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ട്. സ്തോത്രം. ദാവീദ് പറ, ദൈവമേ നിന്റെ പക്കൽ. നമ്മളെന്താ പറയുന്നേ? എൻ്റെ പക്കൽ. ദാവീദിന്റെ കാലഘട്ടത്തിൽ ഈ ജീവന്റെ ഉറവ ദൈവത്തിന്റെ അടുക്കലിരുന്നെങ്കിൽ, നമ്മളെ കാലഘട്ടത്തിൽ ആ ജീവന്റെ ഉറവ ദൈവം നമ്മുടെ അകത്ത് വച്ചിരിക്കുക. ഇനി പിശാച് നമ്മളെ പറ്റിക്കരുത്. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഇന്ന് പകലിൽ അവന്റെ തന്ത്രം പൊളിയണം. അവന്റെ തന്ത്രം പൊളിയണമെങ്കിൽ എൻ്റെ അകത്ത് ആ ജീവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. ഞാൻ വിശ്വസിച്ചാൽ മാത്രം പോരാ, ഞാൻ എൻ്റെ വായ് കൊണ്ട് പറയണം. ദാവീദിന്റെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ അടുക്കലിരുന്ന ജീവന്റെ ഉറവ ഇപ്പോൾ ദൈവം എൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. താങ്ക് യു. അടുത്ത വാക്യം പറയുന്നു, നിന്റെ പ്രകാശത്തിൽ സ്തോത്രം ഹല്ലേലൂയ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ. ദാവീദ് പറയാ, ദൈവമേ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും. സ്തോത്രം ഹല്ലേലൂയ. യേശു പറഞ്ഞു, സ്തോത്രം ഹല്ലേലൂയ, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ അവൻ ജീവന്റെ വെളിച്ചമുള്ളവനാകും. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ വെളിച്ചത്തിലല്ല നടക്കുന്നത്, നമ്മൾ വെളിച്ചം കൊണ്ടാണ് നടക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? സ്തോത്ര സ്തോത്ര. നമ്മൾ വെളിച്ചത്തിലല്ല നടക്കുന്നത്. സ്തോത്രം സ്തോത്രം. ഇവിടെ ഇട്ടിരിക്കുന്ന ഈ വെളിച്ചത്തിലല്ല ഞാൻ നിൽക്കുന്നത്, ഞാനേ ഒരു വെളിച്ചമാണ്. എന്നിട്ടും സ്തോത്രം വരുന്നില്ല. സ്തോത്ര സ്തോത്ര. ഞാൻ അബ്രഹാമിനെ കുറിച്ചല്ല ഞാൻ പ്രവചിക്കുന്നത്, ഞാൻ പറയുന്നത് ഇസഹാക്കിനെ കുറിച്ചല്ല, ഞാൻ നിങ്ങളെക്കുറിച്ചാണ് ദൂത് പറയുന്നത്. ദാവീദ് പറയുക, ദൈവമേ ഞങ്ങൾ നിന്റെ വെളിച്ചത്തിൽ നടക്കും. അപ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ ലോകത്തിൻ്റെ. സ്തോത്രം. എൻ്റെ ദൈവമക്കളെ, ഈ ഒരായുസ് ജീവിക്കാൻ ഈ ഒറ്റ വെളിപ്പാട് മതി. ഈ ഒരായുസ് ജീവിക്കാൻ ഈ ഒറ്റ വെളിപ്പാട് മതി. ദാവീദ് പറയാം, ദൈവമേ നിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ നടക്കും. അപ്പോൾ ദൈവം പറയാം, സ്തോത്രം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാ. നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നവരല്ല, നിങ്ങൾ വെളിച്ചമായി നടക്കുന്നവരാ. ഇത് പറയുമ്പോൾ എന്തെന്നറിയാമോ? ചില ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പരിധി വിട്ടു ഓടുകയാ. നിങ്ങൾ വെളിച്ചമെന്ന് പറയുമ്പോൾ ഇരുട്ടിന് നിൽക്കാൻ പറ്റുന്നില്ല. ഇന്നലകളിൽ നിങ്ങളെ പറ്റിച്ച്, നിങ്ങളെ നിരാശപ്പെടുത്തി, നിങ്ങളെ ദുഃഖപ്പെടുത്തി, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ ശത്രു നിങ്ങളെ പരാജയപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നവരല്ല, നിങ്ങൾ വെളിച്ചമാകുന്നു. നിങ്ങൾ വെളിച്ചമെന്ന് പറയുമ്പോൾ ഇരുട്ടിന് ഇന്ന് പകലിൽ നിങ്ങളുടെ പരിധിക്കകത്ത് നിൽക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നു, ദൈവമക്കളെ, സ്തോത്രം, ഈ വെളിച്ചത്തിൽ നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ പറയണം, നിങ്ങളുടെ വായ് കൊണ്ട് പറയണം, ഹല്ലേലൂയ, ഞാൻ വെളിച്ചത്തിൽ നടക്കാൻ, ഞാൻ വെളിച്ചമാ. യേശു പറഞ്ഞു, നിങ്ങളാ ലോകത്തിൻ്റെ. അപ്പോൾ നിങ്ങളുടെ അകത്ത് വെളിച്ചമായവനുണ്ടെങ്കിൽ നിങ്ങൾ ആരാ? സ്തോത്ര. നിങ്ങളുടെ ഒരൊറ്റ ചിരി കണ്ടാൽ മറ്റുള്ളവർ മനസ്സിലാക്കണം, ഇവൻ്റെ അകത്തൊരു വെളിച്ചമുണ്ട്. സ്തോത്രം.
പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് കാണുന്ന നിങ്ങളുടെ അകത്ത് വെളിച്ചം ഉണ്ടോ എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് എന്തായാലും എല്ലാവരുടെ മുഖത്തും വെളിച്ചം ഉണ്ടാകും. ആമേൻ, സ്തോത്രം, 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 സ്തോത്രം. വെളിച്ചമുണ്ടോ? അടുത്തിരിക്കുന്നവരൊന്ന് നോക്കിയേ, വെളിച്ചമുണ്ടോ എന്ന് നോക്കിയേ, ഒന്ന് നോക്കിയേ. ആമേൻ, ഒന്ന് പരസ്പരം ഒന്ന് നോക്കിയേ, വെളിച്ചമുണ്ടോ നോക്കിയേ. സ്തോത്രം, 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 സ്തോത്രം. വെളിച്ചമുണ്ടോ? ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അതിനകത്ത് വെളിച്ചം ഉണ്ടാകണം. നമ്മുടെ മുഖം കാണുമ്പോൾ അതിനകത്ത് വെളിച്ചം ഉണ്ടാകണം. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ വെളിച്ചം പുറപ്പെടണം. അങ്ങനെ വെളിച്ചം പുറപ്പെടാൻ തുടങ്ങിയാൽ ഇരുളിന് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ദൈവകുഞ്ഞ്, ഈ ലോകത്തിൻ്റെ ഇരുട്ടിന്, ഈ ലോകത്തിൻ്റെ അധികാരത്തിന്, ഈ ലോകത്തിൻ്റെ ശക്തിക്ക് ദൈവകുഞ്ഞ് നിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. കാരണം വെളിച്ചം വന്നാൽ ഇരുട്ടിനോട് പോകാൻ പറയണ്ട. ഇരുട്ട് വിത്ത് സെക്കൻഡിനകത്ത് ഇരുട്ട് ഓടി മറയും. സ്തോത്രം. ഇന്ന് പകല് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അപ്പാ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകലിൽ എല്ലാവരും ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, നിൻ്റെ ആലയത്തിലെ പുഷ്ടി അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുവാൻ ആമേൻ കർത്താവേ, നിൻ്റെ ആനന്ദ നദിയിൽ നിന്ന് കുടിക്കുവാൻ, ആനന്ദ നദിയിൽ നിന്ന് കുടിക്കുന്നവനെ നിരാശപ്പെടുവാൻ വഴിയില്ല. ഇന്ന് പകലിലെല്ലാം നിരാശകൾ മാറിപ്പോകട്ടെ. ഇന്ന് പകലിൽ ആനന്ദത്തിന് നദിയെ ആമേൻ ഒഴുക്കുന്നവൻ, കുടിക്കുന്നവൻ, കുടിപ്പിക്കുന്നവൻ ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രബോധനത്താൽ, ഈ വചനത്താൽ അങ്ങയുടെ മക്കളെ ഞാൻ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം അങ്ങയുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണം. കർത്താവേ, സ്തോത്രം. ഈ വചനപ്രകാരം അവർ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ജീവൻ്റെ ഉറവ അവരുടെ ഉള്ളിലുണ്ട്. അവർ കടന്നു പോകുന്നിടത്തൊക്കെയും ജീവൻ്റെ ശക്തി ചലിക്കട്ടെ. ആമേൻ, വെളിച്ചം പ്രകാശിക്കട്ടെ. ഇരുട്ട് യേശുവിൻ്റെ നാമത്തിൽ ഓടിമറയട്ടെ. ആമേൻ, ജയാളികളായി ഈ ഭൂമി ജീവിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ കൃപയെ അങ്ങയുടെ മക്കളുടെ മേൽ പകർന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.